ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ 2025 ജനുവരി ഫസ്റ്റ് ഡേ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ മോർണിംഗ് ഞാനൊരു 6 മണി 6:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2025 ഫസ്റ്റ് ഡേ ആണ്. സോ മോർണിംഗ് എഴുന്നേറ്റ് അങ്ങനെ ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ബ്രഷ് ചെയ്യാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നേരെ മുകളിലേക്കാട്ടോ വന്നത്. അപ്പോൾ മുകളിൽ ഇതാണ് അവസ്ഥ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര കാറ്റായിരുന്നു രാവിലെ മുതലേ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുറച്ച് സമയം ഒന്ന് നോക്കി. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. സോ കുറച്ച് ടൈം ഒന്ന് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. എന്നിട്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കണം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്രീം ബന്നാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചായ ഞാനിതാ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എനിക്ക് ചായ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മസ്റ്റായിട്ട് വേണം. അങ്ങനെ ചായ കുടിക്കലാണ്. അപ്പോൾ ഉമ്മ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ആ ബന്നൊക്കെ കഴിക്കണം. അങ്ങനെ ബന്നൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബന്ന്, അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് വന്നു, എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ വെക്കേഷന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് കോളേജിലോട്ടേക്ക് പോകുന്നത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. കാരണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നെങ്ങനെയുണ്ട്. അതുമാത്രമല്ല ഇന്ന് ജനുവരി 1 അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഞാനങ്ങനെ ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ച് ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് നേരെ ഫൗണ്ടേഷൻ ഇടുന്നത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫൗണ്ടേഷൻ ഇടാണ്. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക, സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു മിററിൽ നോക്കിയിട്ടാട്ടോ ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടേനു. നമുക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഒന്നും കൂടി ഇടാം. ഇത് കയ്യിൽ ഗൈസ് എന്തെന്ന് വാടിക്കണം ഗൈസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് വേറെ ഒന്നുമില്ല, കാറ്റ് ഉണ്ട് നല്ല. അപ്പോൾ അതിൻ്റെ ആട്ടോ. മോർണിംഗ് എഴുന്നേറ്റപ്പോൾ മുതലേ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നോയ്സ് ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലതാ നേരത്തെ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കോളേജിലോട്ടൊക്കെ പോവാണ്. ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇത് കയറാന്നുള്ളത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. കണ്ടില്ല ഗൈസ്, നല്ല കാറ്റുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു ഇന്ന്. അങ്ങനെ ബസ്സിലൊക്കെ കയറി സീറ്റ് കിട്ടിയോണ്ട് സമാധാനമായി. അങ്ങനെ നമ്മുടെ കോളേജിലെ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോളേജിലോട്ടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ 10 മണിയായപ്പോഴാണ് കോളേജിലെത്തിയത്. സോ വേഗം കോളേജിൽ കയറി അങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാക്കി ക്ലാസ്സിലൊക്കെ ഇരുന്നു. പിന്നെ ഇൻ്റർവെൽ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. പിന്നെ കോളേജിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം വരുന്ന ഹോട്ടൽ തന്നെയാണിത്. കോളേജിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. സോ അവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. അവിടുത്തെ അടിപൊളി ചായ കേട്ടോ. അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ ഓർഡറാക്കി. അപ്പോൾ പഴംപൊരി വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിക്കുകയാണ്. പിന്നെ ബോയ്സിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചായയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കുകയാണ്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ വീണ്ടും ക്ലാസ്സിലേക്ക് പോയി. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങനെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഗെയിമൊക്കെ കളിച്ചിരുന്നു. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ നമ്മൾ റീൽസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് നോക്കലായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇന്ന് ഇത്ര പേരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ കോളേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അങ്ങനെ ബസ്സൊക്കെ കയറി എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് അൽഹംദുലില്ലാ നല്ലൊരു ദിവസമായിരുന്നു, ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി ഫ്രഷായി. അപ്പോൾ രാത്രി ആയിട്ടോ. ഫ്രഷെല്ലാം ആകുമ്പോഴത്തേക്ക് രാത്രി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഫ്രഷായി. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ചായ കുടിക്കാണ് കേട്ടോ. ഈ ഒരു ക്രീം ബന്നും പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. ഇത് ഉമ്മ വീട്ടിലുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പാൽ കപ്പ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ആക്കുന്നത്. അങ്ങനെ അത് കഴിക്കാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചു മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും പാൽക്കപ്പയായിരുന്നു ഉണ്ടായത്. അതൊക്കെ കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ച് നോട്ട്സൊക്കെ ഒന്ന് എഴുതാനുണ്ട്. സോ അതൊക്കെ എഴുതും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ കിടന്ന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ പിടിച്ച സൈഡായിട്ടാണ് ഉള്ളത്. എൻ്റെ സൗണ്ടൊക്കെ മാറി ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഉറങ്ങാൻ വിചാരിച്ചു. തലയൊക്കെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് വേഗം ഉറങ്ങാം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സെയിം പാൽക്കപ്പേനായിരുന്നു ഉണ്ടായത്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞാൻ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, ആപ്പിളും കൂടെ കഴിച്ച് എന്നിട്ട് അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.